എടി എടി നീ ഇപ്പൊ അയച്ചെന്ന ഫോട്ടോ ഞാൻ കണ്ട്. അതൊട്ടും മാച്ച് അല്ല. എടി റെഡ് കളർ പാന്റിന് ആ ടോപ്പിന് ചേരത്തില്ല. ഈ കൊച്ചിന് വന്നു ഒരു കളർ സെൻസ് ഇല്ലല്ലോ. എടി എന്തുകൂടെ എടുത്താ? നീ എടുത്തോ? നിന്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ വന്നിട്ട് സെലക്ട് ചെയ്യാന്ന്? ഇല്ല ഇല്ല എടി, ബേജ് ഉള്ള ടോപ്പോ അല്ലെങ്കിൽ ഗ്രീനോ അതൊക്കെ ചേരത്തുള്ളൂ അതിന്. അത് മാത്രല്ല ആ പാന്റ് കാണാൻ ഒരു സുഖമില്ല, എന്തോ പോലെ. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് അയച്ചുതരാം. അതിന് മാച്ചാണ് കുറച്ച് പാൻസ്. ഓ ശരി ശരി, ഇപ്പൊ അയച്ചുതരാം. ഓക്കെ. മക്കളെ മക്കളെ, ഇന്നലെ അപ്പൂപ്പ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം? ടിവിയെ പറ്റി, എന്റെ അച്ഛനെ പറ്റി. ആ, എനിക്കൊരു മോഹം മക്കളെ, അവനൊന്ന് കാണണമെന്ന്. പക്ഷെ ഇനിയിപ്പോ എപ്പം കാണാൻ? ഒന്ന് അവന്റെ ശബ്ദമെങ്കിലും കേട്ടാൽ കൊള്ളാന്ന് അപ്പൂപ്പന് ആഗ്രഹമുണ്ട്. മക്കൾ ഒന്ന് അവനെ ഒന്ന് വിളിച്ച് തരൂ. അത് അച്ഛൻ ഇപ്പൊ ഓഫീസിൽ പോണ സമയമായിരിക്കും, അപ്പം വിളിച്ചു കഴിഞ്ഞാൽ എടുക്കൂല. ഞാൻ വിളിക്കണമെന്ന് അറിഞ്ഞാൽ അവൻ ഉടനെ ഫോൺ എടുക്കും. ഫോൺ എടുത്താലേ പറയാൻ പറ്റുള്ളൂ ആ ഫോൺ വിളിക്കണേന്ന്. ഓ അത് പറ മക്കളെ. അച്ഛൻ ഇപ്പൊ വണ്ടി പോണ സമയമായിരിക്കും, അതുകൊണ്ട് ഫോൺ നമുക്ക് വിളിക്കാൻ പറ്റൂല. നിനക്ക് ഫോണിൽ കുത്തിരിക്കാമോ? വിളിയടി അങ്ങോട്ട്. ഞാൻ വിളിക്കുന്ന പറഞ്ഞാൽ അവൻ എടുക്കും. വിളി. ഹലോ അച്ഛാ. അച്ഛ ഉണ്ണിയപ്പോ എന്തോ ഇന്നലെ അച്ഛനെ സ്വപ്നം കണ്ടെന്നാ, അച്ഛന്റെ ശബ്ദം കേൾക്കണമെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. കൊടുക്കട്ടാ? ഓ ഹലോ രവി, ആ ഞാനാണ്. എടാ, ഇന്നലെ നിന്നെ പറ്റി ഞാൻ ഒരു സ്വപ്നം കണ്ടടാ. ഓ, ആ സ്വപ്നം കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരപ്പെട്ട ഒരു ആഗ്രഹം. എനിക്ക് നിന്നെ കാണണം. പക്ഷെ കാണാൻ പറ്റിയില്ലെങ്കിലും നിന്റെ ശബ്ദമെങ്കിലും കേൾക്കാലോ എന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ഓ ഇറങ്ങിയാ നീ? ഓ, മണിക്കുട്ടി എവിടെ? അടുക്കളയല്ല? ഓ ശരി ശരി ശരി. ആ ശരിയാ ശരിടാ, നീ പോണെങ്കിൽ പോ, നേരെ എങ്കിൽ പോ. ആ ശരി ശരി. നമ്മളെ ഹലോ അച്ഛാ. ഓ ഞാൻ വൈകുന്നേരം വിളിക്കാം അച്ഛാ. ശരി ശരി. മക്കളെ വാ. മക്കളെ ചേച്ചിയെ ഒന്ന് വിളി മക്കളെ. റിങ്കിയെ വിളിക്കണോ ഇനി? റിങ്കിയല്ല, എന്റെ ചേച്ചിയാ. എന്നെ പോന്നെ പോ, അപ്പച്ചന് മൊബൈലിൽ നിന്ന് വിളി പോ. അപ്പൊ ഇതിന്ന് വിളിക്കാൻ പറ്റൂലേ? ഞാൻ ഒരു സാധനം നോക്കിക്കൊണ്ടിരിക്കണണ്ടാ. ആ ശരി, നീ നോക്കിക്കൊണ്ടിരി. എനിക്ക് വേറെ ഏതെങ്കിലും ഫോൺ കിട്ടുമോ ഞാൻ നോക്കട്ടെ. ആ ഞാൻ പോയി വിളിച്ചോളാം. 24 മണിക്കൂർ ഫോണിൽ കുത്തിരി. ദേഷ്യപ്പെട്ട അപ്പൂന്റെ കാര്യം. എന്താ അപ്പോ ഡയറി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ചേട്ടാ ഇതേത് ഡയറി? ഡയറി എഴുത്തോളം തുടങ്ങി. എന്ത് എന്താ ഞാൻ വന്നപ്പോ ഡയറി ഒളിപ്പിച്ച എന്തിന്? ഞാൻ വന്നപ്പോ ഡയറി ഒളിപ്പിച്ച എന്തിന്? എന്തോ അതിനകത്ത്? കണക്കുകൾ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ വർഷത്തില് മാവേലി പറഞ്ഞ കണക്ക് ഇവിടെ വണ്ടി പറഞ്ഞ വർക്ക്ഷോപ്പിലാണ് ഇത്ര കണക്ക്. സത്യം പറ, സീക്രട്ട് ഡയറി അല്ലേ? ഓ സീക്രട്ട് പാടിയില്ല. സീക്രട്ട് ഡയറി എന്നാ കാണില്ല, നോക്കട്ടെ. കാണിക്കാനൊന്നും പറ്റൂല. അത് കണക്ക് കാണിച്ചൂടെ? അത് നീ അറിയണ്ട, കണക്കൊന്നും കാണിച്ചൂടാ. എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഉടായിപ്പല്ലേ? ഉടായിപ്പൊന്നല്ല. പിന്നെന്തോന്ന്? ഇന്നിപ്പം കാണിക്കാൻ പറ്റൂല. എന്ത്? അയ്യോ, അത് കാണിച്ചാ എന്ത് പ്രശ്നം? എന്ത് കാണില്ലപ്പോ? പോടി, നീ നിന്റെ ജോലിയേക്ക് പോ. ഞാൻ പോണോ? നീ പോ. ഞാൻ എന്തിനു പോണേ? നീ പോണ്ട. ഞാൻ പോയിക്കോളാം. എന്തോ എന്തോ പോടി, എന്റെ ജോലി നോക്കി. ഞാൻ കണ്ടുപിടിച്ചോളാം അതിനകത്ത് എന്തോന്ന് കേട്ടോ. കണ്ടുപിടിച്ചോ. ഇത് രഹസ്യം വെച്ചോണ്ട് അടക്കാണ്.
എനിക്കൊരു കാര്യം പറയാണ്ട്. നീ അത് വിട്. നീ ഇത് നോക്കിയാണ് കിടക്ക് വിറ്റ്. ഇതിനെക്കാട്ടി വലിയൊരു വിറ്റ് എന്റെ ഉണ്ട്. നീ നോക്കടി നീ. പക്ഷെ അങ്കിളെ ഞാൻ അവിടെ ചെന്നപ്പോഴേ ഇങ്ങോട്ട് എന്തൊരു കഷ്ടം. ഞാൻ ഒരു കാര്യം പറയാൻ വരുമ്പോഴേക്ക് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാലാ? നേരെ ഇനി പറയട്ടെ ഞാൻ. അങ്കിളെ ഉണ്ണിയപ്പോ ഡയറി എഴുതുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എന്റെ അച്ഛനാണ് നിനക്ക് കോമഡി അല്ലേ? അല്ല, ഡയറി എഴുതണേണ് കോമഡി. ഡയറി എഴുതണം ചെവി കേട്ടൂടെ നിങ്ങക്ക്? എന്റെ അച്ഛൻ ഡയറി എഴുതണം. പിന്നല്ലാണ്ട് എന്തിന്? അതെന്റെ അടുത്ത് പറഞ്ഞില്ല, ചോദിക്കണം. ചോദിച്ചിട്ട് തമാശ അടിക്കില്ല വെറുതെ. എന്തിനാ എന്റെ അച്ഛൻ ഡയറി എഴുതണം? എന്റെ ആവശ്യം എനിക്ക് അങ്ങനെ അറിയാം. നീ പോയി നോക്കാം. ഞാൻ നോക്കി. ഷപ്പയ്ക്ക് ഡയറി എടുത്തോണ്ട് പോയി. കാണിച്ചെന്നില്ലേ? കാണിച്ചെന്നില്ല. എന്താണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? ഇല്ലേ അങ്കിള്? ഇത് കേൾക്കുമ്പോ ക്യൂരിയോസിറ്റി വരും. ഇങ്ങോട്ട്. എനിക്ക് ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? എന്തേ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറി കിട്ടി നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. പറ്റും. ഡയറി എടുക്കണ്ടേ? എടുത്തുണ്ടോ? അങ്ങനെ പറ്റില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി എടുക്കാം ഡയറിയ. പിന്നല്ല ഡയറി നല്ല ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നല്ല, ട്രോഫി ഒന്നും അല്ലല്ല. ഇത് എന്ത് കഷ്ടം ദൈവമേ. നീ എന്തിനാണ് കിടന്ന് ഈ പിടയ്ക്കണത്? ഒരു കാര്യം ജീവാ, നിന്റെ ഈ പിടപ്പ് നീ ആ ചിന്നുവിനെ കൊണ്ട് കാപ്പിച്ചോളൂ. അവളും കൂടെ ഒന്ന് പിടയ്ക്കട്ടെ. അപ്പച്ചെടുത്ത് പറയാം. മോളെ ചിന്നമണിയേ, നീ വല്ല അറിഞ്ഞാ? നീ പറഞ്ഞാലേ അറിയുള്ളൂ. നിന്റെ മ്യാമൻ രഹസ്യമായി എഴുതുന്നു. എന്റെ മ്യാമൻ? അയാൾ കഥ എഴുതുകയാണ്, ഡയറി എഴുതുന്നു രഹസ്യമായി. നിന്റെ മ്യാമൻ മനസ്സിലായി? എന്റെ മ്യാമൻ ചേട്ടന്റെ ആരാണ്? അതിനിവിടെ പ്രശസ്തി ഇല്ല. പ്രശസ്തി അല്ല, പ്രസക്തി. ആ പ്രസക്തി. ആരാണ്? എന്റെ അച്ഛൻ. അപ്പൊ എന്റെ അച്ഛൻ അങ്ങ് പറഞ്ഞാ പോരെ? എന്റെ അച്ഛനാണ്ടല്ലേ നിന്റെ മാമനായത്. ഓഹോ, അപ്പൊ എന്റെ മാമനായോണ്ടാണ് ചേട്ടന്റെ അച്ഛനായത്. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ന് ഞാനും പറഞ്ഞില്ലല്ലേ. ഒന്ന് നിർത്തോ എന്റെ അപ്പൂപ്പൻ. ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യം എന്തുവാണ്? ആവശ്യം തോന്നുന്ന നിന്നൊരു കാര്യം അറിയിക്കണമായിരുന്നു. എന്നാ അറിയിക്ക്. നിന്റെ മാമൻ ഡയറി എഴുതുന്നു. ചേട്ടാ അതിന് ഞാൻ ഇപ്പൊ എന്ത് വേണം ചേട്ടാ? രഹസ്യമായിട്ട് എഴുതണം. അയ്യോ, അതുകൊണ്ട് ഞാൻ എന്ത് വേണം? സീരിയസ് ആയിരിക്കാളോ അപ്പച്ചി? നീ 1 കിലോ ഉലുവ എടുത്ത് വെള്ളത്തിടും. പിന്നെ തീരെ പിന്നെ എന്തിനു പറയുമ്പോ രഹസ്യമായിട്ട് എഴുതണടി. അതിലിപ്പോ എന്തെന്ന്? ഇതെന്തോന്നത്? ഞാൻ പറഞ്ഞു എന്നെ ഇതിലൊന്ന് വിളിച്ചോണ്ട് വരല്ല. നീ കേട്ടല്ലോ ചേട്ടാ. ഉലുവ എന്തിന് വെള്ളത്തിടാൻ പറഞ്ഞു? ഇത് 1 കിലോ ഇല്ലല്ലോ. ഞാൻ ഉണ്ടല്ലോ വർഷോപ്പിൽ ചെന്നപ്പം ഉണ്ണിയപ്പോ ഡയറി എഴുതിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ പെട്ടെന്ന് ചെന്നിട്ട് എന്തോന്ന് ചോദിച്ചപ്പോ ഉണ്ണിയപ്പോ പെട്ടെന്ന് എന്നെ കണ്ടപ്പോ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ ഭയങ്കര വെപ്രാളത്തിൽ ഇതൊക്കെ ഇങ്ങനെ മുടിയിരിക്കണം ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ എന്തോ അപ്പു എഴുതണേ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പു പറയാണ് ഒന്നുമില്ല, അതൊക്കെ നീ അറിയണ എന്തിന് എന്ന് പറഞ്ഞ ഭയങ്കര ഒരു വെപ്രാളം, ഒരു അങ്ങനെ ഒരു ആക്ഷൻസ് ഒക്കെ. ഇത്രയുള്ള അച്ഛൻ പണ്ട എഴുതും. അങ്ങനെ എന്തേ കുറിച്ച് ചോദിച്ചേക്കണായിരിക്കും. അല്ല കേട്ടാ, അല്ല ആ ഡയറിയിൽ എന്നെ പറ്റി എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നണം കേട്ടാ. കാരണം 2 ദിവസമായിട്ട് മാമ നേരെ ആഹാരം കഴിക്കാനും പറഞ്ഞില്ല, ചായയും ചോദിക്കണില്ല. സംതിങ് റോങ്. കാര്യം കിട്ടിയല്ലോ. നീ എന്തിനാ വിഷം ഉണ്ടാക്കി കൊടുത്ത് എന്റെ അച്ഛനെ മനസ്സ് വിഷമിപ്പിച്ചു. ഉള്ളു നിന്നെ പറ്റിയുള്ള ചീത്താണ് അതിനകത്ത് ഇത്ര എഴുതിക്കുന്നത്. ഉടനെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങ് കഥ എഴുതി അങ്ങ് പോവേണം. അല്ലെങ്കിൽ എന്റെ അച്ഛൻ എന്തെങ്കിലും കൊടുക്കാൻ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ, അതിനകത്ത് മൊത്തം ചേട്ടന്റെ ചീത്തോളം ചേരിക്ക് എഴുതി വെച്ചേക്കണം. എനിക്ക് ഇങ്ങനെ ഒരു മോൻ ജനിച്ചു പോയല്ലോ, ഇങ്ങനെ ഞാൻ ഒന്നും എഴുതി വെക്കാൻ പോണേ. എന്റെ സ്വത്തല്ല ഞാൻ വേറെ ആർക്കെങ്കിലും എഴുതി കൊടുക്കാൻ പോകണം. അങ്ങനെ വേറെ എല്ലാവർക്കും എഴുതി വെച്ചിരിക്കും. പോ ചേട്ടാ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞില്ലേ. അയ്യോ എനിക്ക് ടെൻഷൻ ആയില്ല, ഞാൻ പറയണ്ടായിരുന്നു. ദൈവമേ, അതെന്റെ പേരിലായിരിക്കണേ. ഇവളെ പേരിലാണേ കുഴപ്പമില്ല. ഇവളെ ഭീഷണിപ്പെടുത്തിയോ കാറടിച്ച് കൊന്നോ എങ്ങനെയെങ്കിലും ഞാൻ സുഖം. അയ്യോ എന്റെ പേരിലായിരിക്കില്ലേ? എന്നാലും ഡയറിയിൽ എഴുതിയാലും അത് വാലിഡ് ആയിരിക്കും. എടി പാടി കിടന്ന് മുദ്രപത്രത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ഡയറിയിൽ എഴുതി വെച്ചാൽ എന്തോന്നു? ഡയറി അല്ലെങ്കിൽ ആരും എഴുതി വെച്ചു ഞാൻ ഇന്നാരെ കൊടുക്കാൻ പോണം. അങ്ങനൊക്കെ നമുക്ക് ഡയറി പോയി നോക്കാം. പിന്നെ അത് നോക്ക്, ഇത് ഇതുവരെ കിട്ടിയില്ലേ എന്തോന്ന് ഡയറി?
ഇല്ല. പിന്നെ നീ ഇതിന് ഇത്രയും കഥ എൻ്റെ അടുത്ത് പറഞ്ഞത്? ഡയറി കൊണ്ടുവന്ന് റൂമിനകത്തോട്ട് കയറി പോയി അപ്പു. തന്നെ ഓ എന്നാലും കാര്യം ചെയ്യാം, നമുക്ക് ഡയറിയിൽ നോക്കിയിട്ട് നമുക്ക് തീർച്ചപ്പെടുത്താം. എന്ത് പറയുന്നു? നമുക്ക് നോക്കണോ? വാ. നീ ഒറ്റയ്ക്ക് പോയി നോക്കിയപ്പോ ശ്ശെ, വാ കുട്ടി. വാ വാ വാ. ഓരോരോ മുണ്ടി കേസുകളായിട്ട് വരുന്നു. എനിക്ക് വയ്യടി ചെയ്യുന്നത്. ശ്ശെ. വലിച്ചു വാരിട്ടിട്ട് പോയല്ലോ, എങ്കിലും വന്ന് വല്ല വിളിച്ചു. അതുപോലെ വെക്കണം. ഇതൊക്കെ അടച്ചേക്കുണ്ട്. എന്ത് വായിച്ചോണ്ടിരിക്കണേ? രാമായണം. ഈ സമയത്ത് രാമായണം വായിക്കണ? ഈ സമയത്ത് വായിക്കണ? എന്തിന്? ഡയറി തപ്പാൻ കൂടെ. ഓ ഡയറി. വിളക്കും കൂടെ കഥ ചോദിച്ചിട്ടാ നീ ഇവിടെ എന്തിനു വന്ന? എന്തിനു വന്ന്? രാമായണം വായിക്കാൻ ഇവിടെ വന്നത്? അല്ല, കിട്ടിയപ്പോ ഞങ്ങൾ വായിച്ചെന്ന്. ഇതൊന്നും തുറക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ ഞാൻ മലയാളത്തിൽ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു. എല്ലാം അടച്ചു വെച്ചേക്കാണ്, ഇവിടെ ഒന്നും ഇല്ല. ശരിടാ, ഇല്ലെന്ന് പറയല്ലേ? ഇതിനകത്തുണ്ടാവും. പിന്നെ ശേ, അയ്യോ കൊണ്ടാ കിട്ടിയാ? 3 കിട്ടിയാ? ഇല്ല. ശ്ശെ, എവിടെ? ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഇവിടെ ഇതിനകത്ത് കൊണ്ട് കയറല ഞാൻ കണ്ടു. ഓ അങ്ങനെ കൊണ്ടുപോയെങ്കിലോ? എവിടെ? പോയി ഡയറി കാര്യം കൊണ്ടുപോകും. നിന്നെ വല്ല സംശയം തോന്നിയാ മാമന്? ആ എങ്കിൽ കൊണ്ടുപോയി കാണും. എവിടെ പോയി നോക്കണത് അച്ഛൻ കണ്ടു കാണും. ഇല്ല, എന്നെ കണ്ടില്ല. എന്നാലും ഇവിടെ ഒന്നും ഇല്ല. ഇതല്ല ഇത്. കുളിച്ചാ നീ? അല്ലാത്ത വശം തന്നെ. ചുമ്മാ ചിരിപ്പിക്കാൻ. ഇതെന്ത്? ഡയറി ഇട്ടില്ല, ഡയറി. എന്തോ അത് നോട്ട്ബുക്ക്. ഇത് ആ ഡയറി തന്നെ. ഇതല്ല, ഇങ്ങനെയല്ലായിരുന്നു. ഈ ഡയറി ആയിരിക്കില്ല, ഇതൊരു മേടിക്കും. ഇതല്ല. കിടക്കണ സിന്ധു മാത്രം കെട്ടിക്കിടക്കും. എന്തോ അച്ഛാ? വെള്ളം കെട്ടിക്കിടക്കും. കണ്ടു. പിന്നെ വല്ല എടുത്ത് മാറ്റാം. അച്ഛാ ശരിക്കും ആഹാരം ഒന്നും കഴിക്കില്ലെന്ന് പറഞ്ഞുള്ളത് തന്നെ. എനിക്ക് വേണ്ടാത്തല്ലേ ഞാൻ കഴിക്കാത്തത്. 2 ദിവസവും 2 ദിവസം വിശപ്പില്ല മക്കളെ. ആശുപത്രി വല്ലതും പോണം? ഏയ് ആശുപത്രിയിലൊന്നും പോണ്ട. വയസ്സായതിന്റെ ക്ഷീണമൊക്കെ ഉണ്ട്. വയസ്സായതല്ലേ. ആര് പറഞ്ഞ അപ്പൂന് വയസ്സായെന്ന്? അപ്പൊ ഇപ്പൊ യങ്ങല്ലേ അല്ലേ? പിന്നല്ലാതെ. അപ്പൊ ഇപ്പൊ അല്ല, ഫ്രീക്ക് ബോയാണ്. അതല്ലേ ഡയറി ഒക്കെ എഴുതണേ. ആ ഇവക്ക് വീണ്ടും തുടങ്ങി ഡയറി. നിനക്ക് എപ്പോഴും ഡയറി ഡയറി എന്നുള്ള ചിന്തയുള്ളാടി. ഉള്ളത് തന്നെ, ഒരു എഴുത്ത് തന്നെ. ഞാൻ ഒന്നും എഴുതണമൊന്നുമില്ല. പിന്നെ അതൊന്ന് കാണിച്ചോട്. ഇതിന് അതിലൊന്നും ഇല്ലല്ലോ. പിന്നെ ആ ഡയറി ഇത്തിരി അവ കാണിച്ചോട്. ഓഹോ, ഡയറി ഞാൻ നിനക്ക് കാണിച്ചു തരണോ? ഇപ്പൊ സൗകര്യപ്പെടൂല. കണ്ട 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 നിന്ന് പെരുങ്ങട കണ്ട. എന്ത്? അപ്പൊ എന്തോ ഉണ്ട് അതിനകത്ത്? ആ ഉണ്ട്. പാടി എന്റെ ജോലിയായി. അച്ഛനത്തൊന്നും ഇല്ലെങ്കിൽ അവ ഇത്തിരി കാണിച്ചു കൊടുക്കണം. ഇപ്പൊ എന്ത്? ഓഹോ, ഒന്നും ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണോ? ഇവിടെ ബാധ്യപ്പെടുത്തണോ? ബാധ്യപ്പെടുത്തണ്ട. എന്റെ ഭർത്താവിലെ കണക്കൊക്കെ ഞാൻ എഴുതിയിട്ടാക്കിയാണ്. അല്ല വേറെ ഒന്നുമല്ല. അതങ്ങ് കാണിച്ചോടൂ. ബാധ്യപ്പെടുത്താൻ പറ്റൂല. പോകണ്ട ജോലിയായി. പാടി ഡയറിയും കുത്തി പോയിക്കെ കൊണ്ട് വന്നേക്കുന്നു. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. യെസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു യോഗട്ടിലേക്ക് കുറച്ച് ഒരു 2000 രൂപ താ മകളെ. 2000 രൂപ? ഓ, എന്തിനു മാമ? ഒരു പുതിയ വണ്ടി വന്നപ്പോ അതിന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. ഓ ഇത് മക്കളെ. അല്ല, മാമൻ ഡയറി ഒക്കെ എഴുതുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഡയറി ഒന്നും ഞാൻ എഴുതുന്നില്ല. ഓ മാമ, എന്തൊരു മാമൻ രഹസ്യമായിട്ട് ഡയറി എഴുതുന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇല്ല എന്റെ പൊന്നു മക്കളെ, ഞാൻ ഒരു വക അതിൽ എഴുതുന്നില്ല. എന്തേ മാമൻ? ഞാൻ ഒരു വക ഡയറിയിൽ എഴുതുന്നില്ല. എഴുതുന്നില്ലേ? ഇല്ല. അങ്ങനല്ലല്ലോ പറഞ്ഞത്. പിന്നെ എനിക്ക് കാണിച്ചു തരുമോ? ഓ, നിങ്ങൾ കാണണോ? കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. എനിക്ക് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. ആ ഓ, അപ്പൊ അതിന്റെ അകത്ത് എന്നെ പറ്റി ഒന്നും എഴുതിയിട്ടില്ലെന്ന് കാണിക്കാനായിരിക്കും അല്ലേ? അല്ല മക്കളെ, അതിനകത്തൊന്നുമില്ല. എന്റെ ജീവനും കുറെ ഓർമ്മകളും ഉണ്ട്. മാമ എന്തോന്ന് മാമ പറയണേ? അതിന്റെ അകത്തൊന്നുമില്ല എന്റെ ജീവനും ഓർമ്മകളുണ്ടെന്നോ? എനിക്കൊന്നും മനസ്സിലാവണമെന്നില്ല. ഞാൻ മരിക്കുമ്പം നിങ്ങളത് മനസ്സിലാക്കും. ചേടാ, മാമ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്തിനാ? മക്കളൊരു കാര്യം ചെയ്യും, കാശ് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോവാ.
ഞാൻ അവിടെ ഇരിക്കും. ചേട്ടാ വല്ല മനസ്സിലായോ? എന്തോ ഞെട്ടിപ്പോയല്ലോ. എന്തോന്നു? ഉണ്ണിപ്പിള്ള എന്താ പറഞ്ഞിട്ട് പോയത്? 2000 രൂപ വെച്ചു. അതാ ചോദിച്ചത്. വേറെ ഒന്നും പറഞ്ഞില്ലേ? വേറെ പിന്നെ എന്തൊക്കെയാ? എന്റെ അടുത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഡയറി, ഒന്നുമില്ല, ഓർമ്മകളും ജീവനും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പ്രസംഗിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ മരിക്കുമ്പോ മനസ്സിലാവുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്ത്? ഡയറക്റ്റുള്ളിലെ ഓർമ്മകളും ജീവിതവും. ഏതോ സിനിമയിൽ ഡയലോഗ് അടിച്ചിട്ട് പോയി. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. എന്തോ ഉണ്ട് അതിനകത്ത്. പെണ്ണ് ഇതിൽ തന്നെ തോന്നി നിൽക്കാനാണ്. ഉണ്ട്, അതിനകത്ത് ഉണ്ട്. അവളെ അച്ഛൻ രവിയണ്ണന്റെ തല. എന്റെ അണ്ണനെ പറഞ്ഞാണല്ലോ. എന്റെ തെറ്റാ, എന്റെ തെറ്റ്. അപ്പച്ചി എന്തോ ഉണ്ട് അപ്പച്ചി. നിന്റെ അച്ഛനെ തലക്കകത്ത? അതല്ല, പിന്നെ ടയറിക്കകത്ത്. പോയോ അങ്ങോട്ട് ചുമ്മാ. ഞാൻ നോക്കിക്കോളാം, പോ. എന്നാലും ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോകൂല. എന്തൊരു അഹങ്കാരം പിടിച്ച പെണ്ണ്. നിന്റെ അച്ഛൻ സ്പൂൺ ഇവിടെ കേട്ടോ. ഇങ്ങനെ തട്ടിയാ പോരെ? എന്റെ ദേഹത്തോട് എത്ര ആകല്ലേ. അതെല്ലാം പോട്ട് വേണേ. ഇപ്രാവശ്യത്തെ വാടക പൈസ ഇവിടെ. അതാണ് കേട്ടാ, കഴിഞ്ഞ മാസം വരെ കൃത്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ വന്നോണ്ടിരുന്നാണേ. ഈ മാസം എന്താ ഡിലേ. ഡിലേ വരും. ഈ മാസം എനിക്ക് വേണമായിരുന്നല്ലോ. ഭയങ്കര ചുമ കേട്ടോ. ചായ എടുത്ത് മരുന്ന് വാങ്ങിയാണ്ട് പൈസ തരൂ. മരുന്ന് വാങ്ങിക്കോ. ഒരു 6000 രൂപ. 6000 രൂപ? ഞാൻ പറഞ്ഞില്ലേ വാടക കിട്ടിയില്ലെന്ന്. അത് കിട്ടൂല, എനിക്കറിയാം. സത്യമായിട്ട് കിട്ടിയില്ലെന്ന്. കിട്ടിയില്ലെന്ന് ഞാൻ നിന്ന് ഇപ്പൊ പോയിട്ടേ കൈയോടെ അങ്ങ് വാങ്ങിക്കട്ടാ. വേണ്ട കേട്ടാ, ചേട്ടന്റെ കൈക്ക് ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടില്ല ചിന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ വാടക നേരെ പകുതിയെ പിന്നെ എന്റെ കയ്യിൽ കിട്ടുള്ളൂ. എന്തിനു വെറുതെ? അല്ല, എനിക്ക് ഒരു 3000 4000 മതി. മാമനെ എനിക്ക് 2000 രൂപ തരാറുണ്ട്. അത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ചേട്ടന് തരാം. അങ്ങനെയാണെങ്കിൽ ബാക്കി 2000 അതപ്പോ തരും. അല്ല, എനിക്ക് 4000 രൂപ ആവശ്യമാണ്. 4000 രൂപയാ? 2000 രൂപ ഞാൻ അച്ഛൻ്റെ വാങ്ങിച്ചോളാം. വേണ്ട, ചേട്ടൻ ചോദിക്കണ്ട. ഞാനും മാമനും തമ്മിലുള്ള ഡീലിങ്സ് ആണ്. മാമ എന്നെ ഏൽപ്പിച്ചോളൂ. അപ്പൊ ഞാൻ ചേട്ടന് തരാം. ഇപ്പൊ എനിക്കിപ്പോ 4000 രൂപ ആണ്. അതാര് തരും? ചേട്ടാ എന്തൊരു കഷ്ടം ചേട്ടാ. 2000 രൂപ അതല്ലേ അവരെ മാമ തന്നാലേ തരാൻ പറ്റുള്ളൂ. കിട്ടി 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 2000 രൂപ. ഡയറി ഡയറി കിട്ടി. പിന്നെ നീ അത് ഇതുവരെ കളഞ്ഞില്ലേ? അതങ്ങനെ കളയാൻ പറ്റും? ഞാനേ തോണ്ടേ ചുമ ചുമ്മാ വെള്ളത്തിന്ന് പറ. അടുത്തോളൂ. ചുമ്മാ അനാവശ്യമായിട്ട് പൈസ കളഞ്ഞോ? ഗ്യാസ് സ്റ്റവ് വാങ്ങിക്കോളൂ. അല്ല, നീ നിന്റെ ആരോഗ്യം മൊത്തം അതിൽ കടിച്ചു പഠിച്ചു എടുത്തല്ല നീ. ഞാൻ പറയണോന്ന് കേട്ടോ. എന്തെന്ന് വേണം പിങ്കി? ഞാൻ അവിടെ ചെന്ന് അപ്പുവിനെ നോക്കിയപ്പോഴേ അപ്പു ഡയറി നോക്കിയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പം എന്തെങ്കിലും ഇരിക്കണേ. ബാക്കി പറയടി. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ മറ്റേ ബി നിലവറ ഉണ്ടല്ലോ. ഇവള് എന്ത് ഷോർട്ടായിട്ട് പറയാ. എനിക്ക് കക്കൂസ് പോകാൻ മുട്ടുണ്ട്. നീ ഒന്ന് പറഞ്ഞു പോരാ. മറ്റേ ബി നിലവറയില്ലേ നമ്മൾ പൈസയൊക്കെ എടുത്തേ, അതിനകത്ത് ഇത് ഒളിപ്പിച്ചു വെച്ച്. ഇപ്പൊ അപ്പു പുറത്തു പോയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ സാധനം എടുക്കാം. വേണോടി? വേണം, വാ. ആളുകളില്ലേ? ഇല്ല ഇല്ല. പക്ഷെ ഞാൻ അവിടെ വരുമ്പോഴേ ഇങ്ങനെ തിരിച്ചു വരും. അങ്ങനെ വല്ല സ്പാനർ മാറി എന്റെ തല അടിക്കും. നീ 2 ചറവും. എനിക്കറിയാം. എന്നാ പെട്ടെന്ന് വാ, പറഞ്ഞതിന് മുമ്പ് നമുക്ക് എടുക്കാം. എന്നാ പെട്ടെന്ന് വരാൻ അടി വാങ്ങിക്കാനാ? അല്ല, അപ്പു പറഞ്ഞതിന് മുമ്പ് സാധനം എടുക്കാം. വാ വാ. വാടി, എനിക്ക് ചെറിയ ത്രില്ലൊക്കെ ഉണ്ട്. നീ വേണ്ട, പിന്നെ എടുക്കാം. വാ എങ്ങനെ വാടി. പടി ഇതിനകത്തൊന്നും ഇല്ല. അവളെ തപ്പിയെടുത്ത വലിയ നിധി. അങ്ങനെ വരെ വഴിയില്ലല്ലോ. ഞാൻ വേച്ചെന്തോണ്ടോ ഇതിനകത്ത്? എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവള് പറഞ്ഞ കേട്ടോണ്ട് ഇറങ്ങി തിരിക്കുമ്പോഴാലോചിക്കണം എന്തെങ്കിലും. പോടി ചുമ്മാ ഡാഡിന് ഫോട്ടോ. നീ പിങ്കി അമ്മയുടെ ഫോട്ടോ. എന്റെ ജീവനും
കുറെ ഓർമ്മകളും ഉണ്ട്. നിന്റെ അമ്മയുടെ ഫോട്ടോ ആണ്. എടി, നീ പറയണ ഓരോന്നും കേട്ടോണ്ട് വെറുതെ ആ മാമനെയും സംശയിച്ച്. ശ്ശെ. അതിന് ഞാൻ അറിഞ്ഞില്ല ഇത് അമ്മൂമ്മയുടെ ഫോട്ടോ ആയിരിക്കും. ചേട്ടാ പോട്ടെ, ഇനിയിപ്പോ അങ്ങനെ ആലോചിച്ചങ്ങ് വിഷമിക്കണ്ട. വീട് പണ്ടത്തെ ഫോട്ടോ ആണ് കേട്ടോ ചിന്നു. പാവം സൂക്ഷിച്ചിരിക്കണം കേട്ടോ. പോട്ടെ, നിനക്ക് മനസ്സിലാവാനിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് നമുക്ക് എടുക്കണ്ടായിരുന്നടി. നമുക്ക് പിന്നെ നീ അങ്ങ് തിരിച്ച് എനിക്ക് ഇവിടെ മറക്കാൻ പറ്റുമോ മക്കളെ? ഫോട്ടോ വെച്ചോ. ഇനി കള്ളി നീ എടുത്ത പീഡിത്തക്ക്